ഞാൻ വൂളൻ ത്രെഡ് കൊണ്ട് ഒരു ഡിസൈൻ ചെയ്തെടുത്തതാണ്. അത് നെക്കായിട്ടും എടുക്കുക, റൗണ്ട് ഇതായ ഡിസൈനായിട്ടും ചെയ്യുക. അപ്പോൾ ഈ ഡിസൈൻ ഇതേമാതിരി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് വളരെ എളുപ്പമാണ്. ഞാൻ 2-3 കളർ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഈ ഡിസൈൻ എങ്ങനെ ചെയ്യുക നോക്കാം. ഞാൻ ഒരു റൗണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാൻ ഈ കളറുള്ള നൂലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ ഇട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം ടൈപ്പ് നെക്ക് ചെയ്യുന്നതിന് എല്ലാത്തിനും 130 ചെയിൻ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ ഇട്ടിട്ട് 130 ചെയിൻ ഇട്ട് വയ്ക്കുക, എന്നിട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 130 ചെയിൻ ഇടുക ആദ്യം. 1 ചെയിൻ ഇട്ട് വയ്ക്കുക. അത്രയും ചെയിനുകൾ ഇട്ട് വെച്ചു. ഇനി ഒരു കാര്യം, ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. ഉണ്ടോ? അതേമാതിരി ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ നിന്നും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുത്തിട്ട് ഈ അറ്റം വരെ കൊണ്ടുവരണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഈ റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ സിംഗിൾ ക്രോഷേ ചെയ്തെടുത്ത് കണ്ടേ. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന വിധം. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ചെയിൻ, അപ്പോൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തേ. അത് കഴിഞ്ഞ് അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് ഉണ്ടോ? 3 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കും. ക്രോഷേ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 ഡബിൾ ക്രോഷേ ആയി. അടുത്തതിൻ്റെ മുകളിൽ അടുത്ത ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷേ വീതം ചെയ്തെടുക്കണം. അപ്പോഴേ ഈ നെക്കിന് റൗണ്ടിൻ്റെ ഷേപ്പ് വരുന്നത്. സ്ട്രെയിറ്റ് ആയാൽ നമുക്ക് ശരിയാവില്ല. റൗണ്ട് ഷേപ്പ് അല്ലേ, 2 ചെയ്തെടുത്ത്. പിന്നെ വീണ്ടും അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 3 ഡബിൾ ക്രോഷേ സിംഗിളായിട്ട് ചെയ്തെടുക്കുക. പിന്നെ അടുത്തതിൻ്റെ മുകളിൽ നിന്ന് 2 ചെയിൻ വെച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഒന്നും കൂടെ ചെയ്യണം. ചെയ്ത് 3 ചെയിന് 3 ചെയിന് ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷേ ചെയ്തെടുക്കണം. അങ്ങനെ അപ്പോൾ അതേമാതിരി വന്നു. ഇതേമാതിരി 3, 2 അങ്ങനെ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ട് റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. ഞാനൊരു നെക്കിൻ്റെ വർക്ക് ചെയ്തെടുത്തു. അപ്പോൾ അത് ഇതേമാതിരി ഞാൻ റൗണ്ട് ആദ്യം ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇങ്ങനെ ഡബിൾ ക്രോഷേയിൽ ഇതുവരെ റൗണ്ട് ചെയ്തെടുത്തു. അതിൻ്റെ മേലെ ഞാനൊരു വർക്ക് ചെയ്തെടുത്തു. അതേമാതിരി സിമ്പിളായിട്ടുള്ള വർക്ക്. ഇത് ഞാൻ വിചാരിക്കുന്നത്, ഇതിവിടെ ഞാൻ പച്ച കളറാണ് കൊടുത്തത്. ഇനി ഞാൻ വിചാരിക്കുന്നത് വേറെ കളർ, അങ്ങനെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കളർ കൊടുത്തിട്ട് ഒരു ടെമ്പിൾ ഡിസൈൻ മാതിരി ഇത് ചെയ്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പച്ചേരെ കൊണ്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ ചെയ്ത് വെച്ചത്. ഇപ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് ഈ ഓറഞ്ച് കളർ കൊണ്ടാണ്. ഓറഞ്ച് കളർ കൊണ്ട് എങ്ങനെയാണ് ചെയ്യാൻ, ഓരോ കളറിനെ കൊണ്ട് വേറെ വേറെ കളർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതവിടെ അതേമാതിരി 4 ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത ഓറഞ്ച് കളർ കൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഇത് ഈ സ്റ്റിച്ച് ഇവിടുത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചെയ്തെടുക്കുക. ഒരു സിംഗിൾ ക്രോഷേ, 2 ചെയിൻ ആകുമ്പോൾ ഒരു ഡബിൾ ക്രോഷേ ആകുമല്ലോ. അടുത്തതിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷേ ചെയ്തെടുക്കുക. പിന്നെ അടുത്ത ചെയിനിൻ്റെ മുകളിൽ നിന്ന് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്തെടുക്കുക.
അങ്ങനെ വന്നു. അതേമാതിരി വന്നു 3 ഡബിൾ ക്രോഷ്യ. പിന്നെ വീണ്ടും 2 ചെയിനിട്ട് കഴിഞ്ഞ് 2 ചെയിൻ ഒഴിവാക്കുക. എന്നിട്ട് മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ നിന്ന് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇനി വീണ്ടും മൂന്നാമത്തെ ചെയിനിൻ്റെ മുകളിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ചെയ്ത് ഈ 2 ചെയിനിട്ട് 2 ഒഴിവാക്കിയിട്ട് 2 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഇതേമാതിരി ഇവിടെ 4 ചെയ്ത് അതേമാതിരി തന്നെ 4 ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ 3 ആയിക്കൊണ്ട് ഇനിയിപ്പോൾ 2 ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കും. അതേമാതിരി വന്നുകൊണ്ട് അടുത്ത ചെയിന് തിരിക്കുക. മറിച്ചിട്ട് ഇവിടുത്തെ ഇവിടെ ഈ ഇതുണ്ടല്ലോ ഇവിടിനുള്ളിൽ നിന്ന് ഇത് നിൽക്കുക. ഒരു നോട്ടിട്ട് കൊണ്ടുവരിക. നോട്ടിട്ട് കൊണ്ടുവരിക. ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ആക്കി കൊടുക്കുക. പിന്നെ 2 ചെയിനുണ്ട്. അപ്പോൾ ഒരു ഡബിൾ ക്രോഷ്യ. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു. ഇനി അടുത്ത 2 ചെയിനില്ല ഇതിനിട്ടില്ല. ഇവിടുത്തെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. രണ്ട് ചെയിനിട്ടിട്ട് അതിൻ്റെ മുകളിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. അങ്ങനെ വന്നു. ഇനി അടുത്ത മുകളിൽ തിരിച്ചിട്ട് വെളിക മുകളിൽ സ്റ്റാർട്ട് ചെയ്യുക. ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഒരു സിംഗിൾ ക്രോഷ്യ കൊടുത്ത് ജോയിൻ്റ് ചെയ്യണം. പിന്നെ 2 ചെയിനിടുക. പിന്നെ ഒരു 2 ഡബിൾ ക്രോഷ്യയും കൂടെ ചെയ്തെടുക്കുക. അതേമാതിരി ഇനി 2 ചെയിനിടുക. അതേമാതിരി തിരിച്ചിട്ട് ഇവിടെ ഓരോന്ന് ചെയ്താൽ മതി. കണ്ടപ്പോഴത്തെ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അതേമാതിരി വന്നു.
ഇവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. അടുത്ത ഇനി വേറെ കളർ കൊടുക്കുക. ഇതേമാതിരി ഈ നൂലും കൊണ്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയത്. കണ്ടോ, വളർന്നില്ലേ? ഇനി ഇതേമാതിരി ഇനി ഇവിടെ വേറൊരു കളർ കൊടുക്കുക. അങ്ങനെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇത് കട്ട് ചെയ്ത് കളയുന്നത്. ഒരു ടെമ്പിൾ ഡിസൈൻ മാതിരി വരും. പല കളറും കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കുമ്പോഴായിരിക്കും അതിന് ഭംഗി കൂടുതലുണ്ടാകും. അടുത്ത ഞാനല്ലേ ബ്ലാക്ക് കളറാണ് കൊടുക്കാറുള്ളത്. ഓരോ കളറും മാറി മാറി കൊടുത്താൽ മതി. ഇതേമാതിരി തന്നെ ചെയ്ത് കൊടുക്കും. ഒരു വ്യത്യാസം ഞാൻ സ്റ്റാർട്ടിങ് മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ആക്കി ചെയ്ത് ഇതെടുത്ത് ചെയിനിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുക. രണ്ട് ചെയിനിട്ട് അത് മൂന്ന് ഡബിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് രണ്ട് ചെയിന്. വീണ്ടും രണ്ട് ചെയിൻ. മൂന്നാമത്തേൻ്റെ മുകളിൽ ഇതേമാതിരി 4 ഉണ്ടാക്കാം. ഞാൻ 4 ഇതേമാതിരി ബാക്കിയൊക്കെ ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുക. ഓരോന്നും ചെയ്തിട്ട് അങ്ങനെ ഈ റൗണ്ട് ഫുള്ളായിട്ട് ഓരോ സ്റ്റെപ്പ് ചെയ്തിട്ട് ഓരോ കളർ കൊണ്ട് ചെയ്തിട്ട് ഈ റൗണ്ട് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ വർക്കിൻ്റെ ഈ റൗണ്ട് വുള്ളൻ ത്രെഡിൻ്റെ ഇതിൻ്റെ വർക്ക് പോലെ കഴിഞ്ഞ് അതേമാതിരി ഉണ്ടാവും കാണാൻ.